തൃശ്ശൂർക്കാരോടും ആലപ്പുഴക്കാരോടാണ്. അതാ നല്ല തുള്ളന്ന കൊമ്പസരിച്ച് ഇറങ്ങിയിട്ട് പോന്ന വരുമാനം നിലച്ചു രാഷ്ട്രീയക്കാരനായി ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. സുരേഷ് ഗോപി. സാറേ അടിപൊളിയല്ലേ ഷിട്ട്. എന്ത് രസമില്ല സാറായിരുന്നു ആ സിനിമയിലും. മാഫിയ എന്തെല്ലാം സിനിമ ഉണ്ടായിന്. അതെല്ലാം കൊണ്ടുപോയിട്ട് അലാക്കാക്കിയിട്ട് നമ്മളെയും പറ്റിച്ച് നമ്മളെ ശമ്പളം വാങ്ങിയിട്ട് ഇപ്പം പറയുന്നുണ്ടാ സിനിമയാണ് തനിക്കേറെ താല്പര്യമുള്ള മേഖലയെന്നും വലിയ വരുമാനം നിലച്ചു പോലും. സി സദാനന്ദ സാറെ മന്ത്രിയാക്കണമെന്ന് ആഗ്രഹമെന്നും. ആഗ്രഹത്തിന് വേറെ റിസൈൻ ചെയ്തോ, ഇനിയുണ്ടല്ലോ സമയം. അതിൻ്റെ ഐഡിയപരമായ നീക്കല്ലേ. സ്ക്രിപ്റ്റെല്ലാം വായിച്ചിട്ട് കുറേ സ്ക്രിപ്റ്റെല്ലാം പഠിച്ചല്ലേ. ഇന്ത്യൻ സിറ്റിസനുകളുണ്ട്. തൃശ്ശൂർക്കാരെ ആലപ്പുഴക്കാരെ എയിംസെല്ലാം പോയി. എയിംസ് പോയി ഏതോ ഒരു അമ്പലത്തിലായിട്ടല്ല, എന്തോ ശൂലം കൊണ്ട് കൊടുത്ത് പറ്റിപ്പിച്ചിരുന്ന എന്താ അമ്പലത്തിലാണ് പള്ളിയിലാണ് എന്താ കൊണ്ടു കൊടുത്ത് അതൊന്ന് മറന്നുപോയി. അല്ല ആട് തീർന്നല്ലേ വായിച്ചതാണ്. ഇപ്പം എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സുരേഷ് സാറിൻ്റെ ഇത് മനോരമ മേരി? സുരേഷ് സാർ ഇടാ എൻ്റെ ഒരു ഫയൽ ചിത്രം എന്ന് പറയും. ഇത് കണ്ടാ ഇങ്ങനെല്ലാം ആക്കിയാലും അങ്ങനെ തന്നെ ഉണ്ടാവും മേരി. അതിങ്ങനെ നിൽക്കണം, നിൽക്കിയവർക്ക് പൈസ പോകും അവിടെ നിന്ന് പറഞ്ഞോട്ട്. അപ്പം തൃശ്ശൂർക്കാരും ആലപ്പുഴക്കാരും എല്ലാം കലക്കായല്ലോ പെണ്ണല്ലോ. എന്താ വേണ്ടിയാന് എനിക്ക് കാണുമ്പോൾ പറഞ്ഞോ ഇപ്പം തന്നെ റിസൈൻ ചെയ്തിട്ട് മൂപ്പരിക്ക് കൊടുത്തേ. എന്നാൽ പിന്നെ സദാനന്ദ സാറിന് ശമ്പളം കിട്ടിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പോയി ഒരു സിനിമ അഭിനയിക്കണ്ടല്ലോ. എന്നാൽ പിന്നെ തൃശ്ശൂർക്കാർ എത്രയും പെട്ടെന്ന് ആലപ്പുഴക്കാരും എത്രയും പെട്ടെന്ന് മൂപ്പരെ കാണുമല്ലോ ഒന്ന് സംസാരിച്ചിട്ട് മൂപ്പരോട് പറ ഇങ്ങനെ സിനിമയിലേക്ക് തന്നെ മൂവന് മറ്റേ സാറെ കയറ്റും. മറ്റേ സാറിന് ഹിന്ദി അറിയാമോ? ആടെ ഡൽഹിയിൽ ടാക്കൂറും പാണ്ഡ്യയെല്ലാം ഉണ്ട്. രാജസ്ഥാൻ മിക്സ്, ഡൽഹിയിലെല്ലാവരും ഡൽഹിക്കാരല്ല, പലതരം മിക്സാണ്. അപ്പോൾ ആടെ പോയിട്ട് ഗുജറാത്തിൽ നിന്നാണ് പ്രധാനമന്ത്രി. അപ്പോൾ ഗുജറാത്തിൽ നിന്നും കുറേ ആളുണ്ടാവും. അപ്പം ഗുജറാത്തിയും ടപ്പോരിയും ഭോജ്പൂരിയും ഇതെല്ലാം അറിഞ്ഞിട്ട് സംസാരിച്ചിട്ട് വേണം ഓരോ കാര്യം ചെയ്തുകൊണ്ടിരാനേ. ആടുന്ന് ഹൂ ഹേ എന്നാക്കിയിട്ട് മോഹൻലാലിൻ്റെ സിനിമ പോയാതിരി ആയല്ല. ഒരു ശ്രീനിവാസനും മോഹൻലാൽ സാറും ഉണ്ടായിരുന്നല്ലോ ഒരു സിനിമ, അതിൽ മമ്മൂട്ടിയുണ്ട്. ആടെ താടി വെച്ചിട്ട് കേണലിലേക്കും പോയിട്ട് കുഴപ്പമായിട്ട് എല്ലാം എന്തെല്ലാം ആയി. ഇങ്ങനെല്ലാം കൂടി എന്തെല്ലാം ആക്കുന്നത്. കുറേ സിനിമാക്കാർ വരും, കുറേ IAS പണിയും കളഞ്ഞിട്ട് വരും. ഇങ്ങനെ കുറേ ആൾ വന്നിട്ട് ഈ നാളെന്നാണ്ട് ഇങ്ങനെ IAS ആയിട്ട് സൈൻ ചെയ്യേണ്ടിട്ട് മിനിസ്റ്ററി സൈൻ ചെയ്യുന്നില്ലെങ്കിൽ അടുത്ത് കോടതി കൊണ്ട് കൊടുത്തിട്ട് മിനിസ്റ്ററിനെ പിടിച്ച് ഉള്ളിലാക്കലല്ലേ. ഇതിപ്പോൾ മിനിസ്റ്ററിൻ്റെ ബാക്കിയും കേട്ടി നിൽക്കല. IAS എല്ലാം എടുത്തിട്ട് കോടതി പോയിട്ട് പറയാൻ ഇതിപ്പോൾ ആവും പറയൂല. ഇതിപ്പോൾ എല്ലാവരും ഇപ്പോൾ ഇതെന്താ സംഭവിക്കുന്നമ്മോ ആലപ്പുഴ